Hi, welcome to Sajis Innovations. ഇന്ന് എൻ്റെ കൂടെയുള്ളത് അമ്മയാണ്. അമ്മ എന്ന് എൻ്റെ സ്വന്തം അമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 2-3 വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഇത് വൈഫിൻ്റെ അമ്മയാണ്. അമ്മയെ കൊണ്ട് ഇന്നൊരു വിഭവം നമ്മൾ കുക്ക് ചെയ്യിക്കാൻ പോവുകയാണ്. അമ്മ നല്ലൊരു കുക്കാണ്, വളരെ ഭംഗിയായിട്ട് കുക്ക് ചെയ്യും. ഒന്ന് ചിരിച്ചാൽ കുഴപ്പമില്ല, നല്ല ഭംഗി. ഫസ്റ്റ് ടൈമാണ് അമ്മ ഇങ്ങനെ ക്യാമറയെ ഫേസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രശ്നം കേട്ടോ. അപ്പം നന്ന ഭംഗിയായിട്ട് കുക്ക് ചെയ്യും. അതായത് കല്യാണം കഴിഞ്ഞ് ഞാനൊരു 6 മാസം കൊണ്ട് എൻ്റെ വെയിറ്റ് ഒരു 10 കിലോ കൂട്ടിയ അമ്മയാണ്. അമ്മയ്ക്ക് റെക്കോർഡുണ്ട് കാര്യത്തിൽ, നന്നായിട്ട് കുക്ക് ചെയ്യും. അമ്മ ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് മട്ടൻ കറി. കിടിലമായിട്ട് അമ്മ മട്ടൻ കറി ഉണ്ടാക്കും. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കറിയാണ്. ഇതിലൊരു പ്രത്യേകത വെച്ചാൽ അമ്മ മട്ടൻ കഴിക്കില്ല, പക്ഷെ അടിപൊളിയായിട്ട് മട്ടൻ കറി ഉണ്ടാക്കും. ഞങ്ങൾ മക്കളാണ് അതിൻ്റെ ഉപ്പൊക്കെ ഇടയ്ക്ക് നോക്കി കൊടുക്കുന്നത്. അമ്മ ഒത്തിരി ഒന്നും സംസാരിക്കില്ല, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, അമ്മ പറഞ്ഞു തരും, ഒപ്പം ഞാൻ ചെയ്യും. പിന്നെ കോമ്പിനേഷൻ നോക്കുമ്പോൾ എനിക്ക് മട്ടൻ കറിയോട് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ പുട്ടാണ്. അപ്പോൾ ഇച്ചിരി പുട്ടും കൂടെ ഉണ്ടെങ്കിൽ സംഗതി പൊളിക്കും. നമുക്കിന്ന് പുട്ടും മട്ടൻ കറിയുമാണ് നോക്കാം. മട്ടൻ കറി ഉണ്ടാക്കാം, പുട്ടിൻ്റെ കൂടെ കഴിക്കാം. കൊള്ളാം, ടേസ്റ്റ് പൊളിച്ചിട്ടുണ്ട്. യെസ്, അപ്പോൾ ഞങ്ങളുടെ പുട്ട് മട്ടൻ കോമ്പിനേഷൻ പൊളിച്ചിട്ടുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. നോക്കാം. അതിനാവശ്യമായ വിഭവങ്ങൾ ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതെല്ലാം അമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ എടുത്തു വെച്ചതാണ്. ഇത് 1 കിലോ മട്ടൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ഇത്തിരി വിനാഗിരിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഈ 1 കിലോ മട്ടന് ഒരു 4 മീഡിയം സവാള, ഒരു 1/2 കിലോ ഉണ്ടാവും സവാള, ഒരു 4 മീഡിയം ടൊമാറ്റോ, തക്കാളി ഒരു 4 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയില, കറിവേപ്പില. പിന്നെ പൊടികൾ നോക്കുകയാണെങ്കിൽ ഇതേ ചില്ലി പൗഡർ, മുളക് പൊടി, കൊറിയാണ്ടർ പൗഡർ, എന്താ പറയുക, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് ആൻഡ് ഗരം മസാല. ഇത്രയും പൊടികളാണ് ചേർക്കുന്നതിലേക്ക്. ഇത് കൂടാണ്ട് ഇതിലേക്ക് ചതച്ച് ചേർക്കാൻ വേണ്ടി കുറേ ഐറ്റംസ് അമ്മ വെച്ചിട്ടുണ്ട്. ഇതിൽ പച്ചമുളകുണ്ട്, ഇഞ്ചി ഉണ്ട്, ഇത് എന്താ പറയുക, വെളുത്തുള്ളി ഉണ്ട്, ചെറിയ ഉള്ളി കുറച്ചുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ചതച്ച് ചേർക്കണം എന്നാണ് പറയണേ. പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, പിന്നെ വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ മട്ടൻ കറിക്ക് ആവശ്യമായ ഐറ്റംസ്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ കുറച്ച് ഐറ്റംസ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇതിൽ ഒരു 3 പച്ചമുളക് എടുത്താൽ മതി നമ്മൾ പറയണേ. ബാക്കി 5 നമ്മൾ പിന്നെ അരിഞ്ഞ് ചേർക്കും. 3 പച്ചമുളക്. ഈ ഒരു 20 അല്ലിയാണ് സാധാ ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത്. 20 അല്ലി എടുത്താൽ മതി, 20-25 ആ കൂടുതലും കുഴപ്പമില്ല. സാധാ ഉള്ളിക്ക് എപ്പോഴും ടേസ്റ്റ് കൂടുതലാണ് വലിയ ഉള്ളിയേക്കാളും. പിന്നെ ഇതിൽ ഇഞ്ചി എടുക്കുമ്പോഴും ഒരു 20 അല്ലി തന്നെ വെളുത്തുള്ളി 2ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലും കുറച്ച് വെളുത്തുള്ളി ഒന്ന് മാറ്റി വയ്ക്കാൻ അമ്മ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് ചേർക്കാമെന്ന് പറഞ്ഞിട്ട്. ലാസ്റ്റ് അല്ല, ഇടയ്ക്കെപ്പോഴും ചേർക്കുമായിരിക്കും, നമുക്ക് നോക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇട്ടു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അത്ര തന്നെ ഇഞ്ചി, ഒരു 20 അല്ലി വെളുത്തുള്ളിക്ക് കണക്കായിട്ടുള്ള ഇഞ്ചി എടുത്താൽ മതി. ഇഞ്ചി, അതിലും കുറച്ച് ഇഞ്ചി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയ ഉള്ളി മൊത്തം ഇട്ടു, 3 പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി രണ്ടും കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മിക്സിക്കൊന്ന് ചതച്ചെടുക്കണം എന്നാണ് അമ്മ പറയുന്നത്. നമുക്ക് നോക്കി ചതച്ചിട്ട് വരാം. മതിയോ അമ്മ? ഓ മതിയായി. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ മിക്സ്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇനി നമ്മൾ ഇതൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലൊരു 3 വിസിലെങ്കിലും മട്ടൻ നന്നായിട്ട് വേവണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ മട്ടൻ ആദ്യം കുക്കറിലേക്ക് ഇടുകയാണ്. അതിൽ കുറച്ച് വെള്ളമുണ്ട്, നമ്മൾ കഴുകി വെച്ചാലും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു 2 കപ്പ് വെള്ളം. ഇത് മട്ടൻ കറി ആയതുകൊണ്ടാണ് വെള്ളം നമ്മൾ ഒഴിക്കുന്നത്. കുറച്ച് വെള്ളം ഉണ്ടാവും, 2 കപ്പ് ഇടുന്ന നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് 240 ml ആട്ടോ ഇത്. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ഒരു ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ ഗരം മസാല. ഓക്കെ, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല കൂടി ഇതിലേക്ക് വേണമെന്ന് അമ്മ പറയുന്നത്. 1/4 ടീസ്പൂണാണേ. ഇതോ, ഇതൊന്ന് ഓക്കെ. അപ്പോൾ ഈ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു 1/2 ടേബിൾ സ്പൂണും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊക്കെ അമ്മയുടെ മാത്രം
റെസിപ്പിയാണ് കേട്ടോ. ഉപ്പിട്ടു. ആ, ഇതൊന്ന് ഇളക്കിയതിന് ശേഷം യെസ്, നമുക്ക് അടച്ചു വെക്കാം. സ്റ്റൗ കത്തിക്കുകയാണ്. ഇതിലേക്ക് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിം വേണ്ട കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതെ, നമ്മൾ എന്താ പറയുക, മട്ടൻ ഒരു 3 വിസിലടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ കുറച്ച് ഇളം മട്ടനാണ്. നിങ്ങൾക്ക് മുറ്റിയ മട്ടനാണ് കിട്ടുന്നതെങ്കിൽ 4 വിസിലടിക്കണം കേട്ടോ. ഇത് 3 അടിച്ച് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റീം മൊത്തം പോകുന്നവരെ അങ്ങനെ വെക്കുക. അതേ സമയത്ത് ഞങ്ങളൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഇത് 240 ഒരു 200 ml കണക്കാക്കി ഒഴിച്ചാൽ മതി. ആദ്യം മതിയോ അമ്മ? മതി, കുറച്ചുകൂടെ മതി. ആ, യെസ്. സോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിക്കുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് ചെറിയൊരു ബ്രൗൺ നിറമാണോ അല്ലേ? ആ, ഒരു മൊരിഞ്ഞ മണം വരും, ഒരു ബ്രൗൺ നിറം ആകുമ്പോൾ അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. സോ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഒരു ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കാം. ഇത് നല്ല ബ്രൗൺ ആവുമെന്ന് അമ്മ പറയണത്, കാരണം അതാണ് മട്ടൻ്റെ ശരിക്കും ടേസ്റ്റ് കൊടുക്കുന്ന സാധനം എന്ന് അമ്മ പറയുന്നത്. ഇതിലേക്ക് നമ്മൾ സവാള ഇട്ടു. ഇനി സവാള ഒരു ഇളം ബ്രൗൺ നിറം, ഞാൻ നേരത്തെ പറയുന്നത് പോലെ നമ്മൾ സവാള ഇടുമ്പോൾ എപ്പോഴും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ചിട്ടാൽ മതി. ഉപ്പിട്ട് കഴിഞ്ഞാൽ സവാള പെട്ടെന്നൊന്ന് വാടി കിട്ടും നമുക്ക്. മതിയോ? അമ്മ എന്നെ സജിമോനെ എന്ന് വിളിക്കാം. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് സജിമോനെ എന്ന് വിളിക്കാൻ പറ്റും. എൻ്റെ ഫ്രണ്ട്സും പലരും എന്നെ സജിമോനെ എന്ന് വിളിക്കാറുണ്ട്, അമ്മ വിളിക്കണ കേട്ടിട്ട്. അമ്മ ഹെൽത്ത് ഒത്തിരി ശരിയല്ല കേട്ടോ. അതുകൊണ്ടാണ് അമ്മ എല്ലാം എന്നെ അല്ലെങ്കിൽ ഇതൊന്നും തൊടാൻ പോലും അമ്മ സമ്മതിക്കില്ല ആരോഗ്യമുള്ള സമയത്ത്. അപ്പോൾ ഇതൊരു ഇളം ബ്രൗൺ നിറമാകുന്നവരെ, നന്നായിട്ട് ഡാർക്ക് ബ്രൗൺ ആകണ്ട, ഒരു ഇളം ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സവാള ഇട്ട് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കുറച്ച് സാധനങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് ഞാൻ അതിനൊന്ന് കീറി എടുത്തിട്ടുണ്ട്. ആ പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി മാറ്റി വെച്ചായിരുന്നു. ആ ഇഞ്ചി അരിഞ്ഞത് അതിന് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തു. അത് പിന്നെ ഒരു 5 അല്ലിയോളം വെളുത്തുള്ളി മാറ്റി വെച്ചിരുന്നു. അത് നമ്മൾ ഇട്ട് കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ആ, ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമാക്കി വെച്ചിട്ട് ഇതൊരു ഇളം ബ്രൗൺ നിറമാകുന്നവരൊന്ന് ഇളക്കി കൊടുക്കാൻ അമ്മ പറയുന്നത്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, ആദ്യം നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ശരിക്കൊന്നും ഒരിഞ്ഞ് വന്നാലേ അതിൻ്റെ ഒരു മണം വന്നു കഴിഞ്ഞാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്ന, അത് അമ്മയുടെ ഒരു ട്രിക്കായിരിക്കും. അമ്മ ഇടയ്ക്കൊന്ന് പറഞ്ഞ് നിങ്ങൾ ഓർമ്മിപ്പിക്കണമെന്ന്. നന്നായിട്ട് കരിയാൻ പാടില്ല, പക്ഷെ ഒന്ന് മൂത്ത് വരണം നന്നായിട്ട്. ഇനി ഇതൊന്ന് ഇളം ബ്രൗൺ നിറമാവട്ടെ. അപ്പോൾ നമ്മുടെ സവാള ഇപ്പോൾ ഒരു ഇളം ബ്രൗൺ നിറം ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി വേണം കറിവേപ്പില. എന്നെ പോലെ തന്നെ അമ്മയും പറഞ്ഞു കേട്ടോ, കറിവേപ്പില നല്ലതാണ്. ഞാൻ ഒരുപാട് കറിവേപ്പില ഇടുന്ന ആളാണ്, അറിയാം. ഈ കറിവേപ്പിലയിട്ട് ഇളക്കിയ ശേഷം ഇനി ഇതിൽ പൊടികൾ നന്നായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഞാൻ ഇടാൻ പോണത് മുളക് പൊടിയാണ്, സാധാ മുളക് പൊടിയാണ്. ഇത് 2.5 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. അമ്മയുടെ കണക്കെല്ലാം ഇങ്ങനെ പിടിക്കണക്കൊക്കെയാണ്. ഞാൻ അമ്മ എടുത്തു തന്നതിനെ ടേബിൾ സ്പൂണിലേക്ക് വെച്ച് അളന്ന് നോക്കിയതാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയാം, ടേബിൾ സ്പൂൺ വെച്ചാൽ 15 ml ആണ്, ടീസ്പൂൺ 5 ml ആണ്. ഒരു 3 ടീസ്പൂൺ 1 ടേബിൾ സ്പൂൺ ആവും. ഞാനിപ്പോൾ 2.5 ടേബിൾ സ്പൂൺ ഇട്ടത്. 2.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി, മഞ്ഞളല്ലേ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നേരത്തെ 1/2 ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇറച്ചി വേവിച്ച സമയത്ത്. ഇതിൽ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. ഇനി നമ്മൾ കുറച്ച് എണ്ണ കുറവുണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്, ഞാൻ ഒഴിക്കുന്നുണ്ടേ. മതിയോ?
നല്ല അടിയിൽ പിടിക്കും കണ്ടോ. സോ ഇതിൻ്റെ കൂടെ ഇനി 1 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നു കേട്ടോ. ഗരം മസാല 1 ടീസ്പൂണ്. ഇനി കുരുമുളക് 1 ടീസ്പൂൺ. ഈ ഗരം മസാലയും കുരുമുളകും നമ്മൾ വീണ്ടും കുറച്ചുകൂടി ചേർക്കും, അതുകൊണ്ടാണ് ഇപ്പം കുറേശ്ശെ ഇടുന്നത്. സോ നമ്മളിപ്പോൾ മസാലകൾ ആഡ് ചെയ്തു. ഇനി ഇത്രയും നന്നായിട്ട് മസാലയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കണം, അടി പിടിക്കാതെ. അപ്പോൾ മസാല നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു 4 മീഡിയം തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ആഡ് ചെയ്യുക. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മസാലപ്പൊടി ഇട്ടതിന് ശേഷം ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞാൽ മസാലപ്പൊടി നന്നായിട്ട് മൂത്ത് കിട്ടും. ടൊമാറ്റോയ്ക്ക് ശേഷം ഇടുകയാണെങ്കിൽ കുറേ സമയം എടുക്കും മൂത്ത് കിട്ടാൻ. അതുകൊണ്ട് അതിന് ശേഷം നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ടൊമാറ്റോ ഇതുമായിട്ട് നന്നായിട്ട് വെന്ത് ചേരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ഇപ്പോൾ നോക്കിയാൽ നന്നായിട്ട് വെന്ത് ടൊമാറ്റോ ഒക്കെ ചേർന്ന് നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. ഈ സമയം നമുക്ക് ഈ നമ്മളിപ്പം നേരത്തെ വേവിച്ച് മട്ടൺ ഉണ്ടല്ലോ, മട്ടൺ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. മട്ടൺ കുറച്ച് വെള്ളമുണ്ട് കണ്ടല്ലോ, നമ്മൾ കറിയാണ് ഉണ്ടാക്കണേ, അതുകൊണ്ട് വെള്ളം കുഴപ്പമില്ല. അത്യാവശ്യം നിറച്ച് വെള്ളമുണ്ട്. ഇളക്കി കൊടുക്കുക നന്നായിട്ട്. ആ മസാലയും മട്ടനൊക്കെ കൂടെ ഒന്ന് മിക്സ് ആവട്ടെ. അപ്പോൾ മട്ടൻ കറി ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അമ്മ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാ കേട്ടോ. അമ്മ ഒത്തിരി ഹെൽത്തി അല്ല, ഒത്തിരി ടയർഡാണ്. മട്ടൻ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കണമെന്ന് അമ്മ പറഞ്ഞത്. 10 മിനിറ്റ് അടച്ചു വെക്കുന്നു. ഒത്തിരി ഹൈ ഫ്ലെയിം വേണ്ട, ഹൈക്കും ഒരു മീഡിയത്തിന് കുറച്ച് മേലായിട്ട് ആ ഒരു ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവട്ടെ. കാരണം നമ്മളൊരു 3 വിസിൽ അടിച്ചിട്ടുണ്ട് ഓൾറെഡി. മട്ടൺ ഒരു വെന്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ഞങ്ങളുടെ മട്ടൻ കറി ഇത് റെഡിയായി വരുന്നുണ്ട്. ഒരു 10 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിം വെച്ച് ഞങ്ങൾ ചൂടാക്കിയിട്ടുണ്ട്, വേവിച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വളരെ ഭംഗിയായിട്ട് നിൽപ്പുണ്ട് മട്ടൻ കറി. ഇളക്കി നോക്കട്ടെ. അടിപൊളി. ഇതാണ് ഞങ്ങളുടെ അമ്മയുടെ സ്പെഷ്യൽ മട്ടൻ കറി കേട്ടോ. ഈ സമയത്ത് ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് മസാലയൊക്കെ. ഫൈനൽ ടേസ്റ്റിങ് പിന്നെ അടുത്ത് തന്നോട്ടായിരുന്നു. അപ്പം അമ്മ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കില്ല, കാരണം അമ്മ മട്ടൻ കഴിക്കില്ല. അപ്പോൾ ഈ സമയത്ത് ഇനി ലാസ്റ്റായിട്ട് എന്തൊക്കെയാ അമ്മ? ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ചേർക്കണം എന്ന് അമ്മ പറയുന്നു. വളരെ കുറച്ച് മതി കേട്ടോ. മൊത്തം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തുമായിട്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ. കാലും അരയുമാണ് കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അത്യാവശ്യം എരിവ് ഇപ്പോൾ ഉണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതലാണെങ്കിൽ ഇത് കുരുമുളക് ആഡ് ചെയ്യണ്ട കേട്ടോ. പിന്നെ ഒന്ന് ഇളക്കിയിട്ട് ഇനി ഒത്തിരി ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇനി എടുത്ത് ചുറ്റാൻ വയ്യ എനിക്ക്. അമ്മ കൈ കൊണ്ടത് ചുറ്റാനാണ് പറയുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറേ മല്ലിയില, നമ്മുടെ ഫേവറേറ്റ് ഐറ്റം. ഇത്ര ഇടണോ അമ്മ? യെസ്, അടിപൊളി. അതേസമയം ഞങ്ങൾ പുട്ടിനുള്ള പ്രിപ്പറേഷൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുട്ടിൻ്റെ പരിപാടി നടക്കുകയാണ്. യെസ്, മതി. മല്ലിയിലേക്ക് ഇട്ടത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മട്ടൻ കറിയും പുട്ടുമായിട്ട് നമുക്ക് ഡൈനിങ് ടേബിളിൽ കാണാം. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഡിന്നർ ടൈമാണ്. ഇന്ന് എൻ്റെ കൂടെ ഇതേ ടേസ്റ്റ് ചെയ്യാനൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. പുള്ളി എപ്പോഴും ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യുന്നതിൽ കുറ്റം പറയുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് പുള്ളി തന്നെ ടേസ്റ്റ് ചെയ്ത് പറയട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങളിന്ന് പുട്ടും മട്ടൻ കറിയുമാണ് ഇന്നത്തെ ഡിന്നറിൻ്റെ സാധനം. പുട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മട്ടൻ കറിയും ഞാൻ വളരെ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. മട്ടൻ കറി ആൻഡ് പുട്ട്. അപ്പോൾ ഞാൻ പുള്ളിയുടെ ഒരു കമ്പനിക്ക് ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം പുള്ളി ടേസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് അഭിപ്രായം പറയട്ടെ. ഇതിൽ മട്ടൻ കറി ഒഴിക്കുമ്പോൾ ഇത് കുറച്ച് ഗ്രേവി കുറവുണ്ട്. അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഒഴിക്കണം. നല്ല വേണ്ട സൈഡിൽ ഒഴിച്ചു തരാം. യെസ്, പിന്നെ നോക്കിയിരിക്കുന്നു. യെസ്. അപ്പോൾ ഇത്തിരി പുട്ടും മട്ടനും കൂടെ ശരിക്കും ഇങ്ങനെ പിടിക്കുക. ഒന്ന് ക്ലോസപ്പ് കാണിച്ചാടാ മോനെ, കാണട്ടെ. മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ.
ഇത്ര തന്നെ കഴിച്ചാൽ മതി. കഴിക്കട്ടെ. റെഡി, സ്റ്റാർട്ട്. കൊള്ളാം, ടേസ്റ്റ് ആയിട്ട് പൊളിച്ചിട്ടുണ്ട്. യെസ്. അപ്പോൾ ഞങ്ങളുടെ പുട്ട് മട്ടൻ കോമ്പിനേഷൻ പൊളിച്ചിട്ടുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. നൈസ്. അപ്പോൾ ഞാൻ എന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എപ്പോഴും ഞാൻ പറഞ്ഞ കേട്ടങ്ങളും എടുത്തിട്ടുണ്ടാവും. ഇനി അപ്പോൾ വളരെ നല്ല കോമ്പിനേഷനാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. പുട്ടും മട്ടൻ കറിയും, ട്രിവാൻഡ്രത്ത് പുട്ടും മട്ടൻ കറിയും കിട്ടുന്ന പല കടകൾ തന്നെയുണ്ട്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്. നിങ്ങളിത് വേഗം കഴിച്ച് തീർക്കട്ടെ.